വേദിയിലുള്ള അധ്യക്ഷൻ ഡോക്ടർ മുരളീധരൻ സാർ, ഞങ്ങളുടെ VC ഞങ്ങൾ ഇന്ന് ജയകുമാർ സാർ, MM നാരായണൻ സാർ, നമ്മുടെ കവി PK ഗോപി സാറ്, രാമകൃഷ്ണ സാറ്, ബീന, പ്രിയപ്പെട്ടവരെ, മുരളീധരൻ സാറിൻ്റെ വാക്കുകളിലും ശബ്ദത്തിലുമൊക്കെ നമുക്ക് പഴയ ഓർമ്മകൾ ഒരുപാടുണ്ടായി. ഇതിന് മുമ്പൊരവസരത്തിൽ അദ്ദേഹത്തിനെ ഓർമ്മിക്കുകയും അദ്ദേഹവും ഞാനുമായിട്ടുള്ള അല്പ സൗഹൃദത്തെയും അല്പ നിമിഷങ്ങളെയും പറ്റി ഞാൻ ഈ തുഞ്ചൻപറമ്പ് ഓഡിറ്റോറിയത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്, ഒരിക്കലും തുഞ്ചനോത്സവത്തിന് കയറി വരുമ്പോൾ അദ്ദേഹം വാതിലിലുണ്ടാവില്ല. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വലിയ പടം മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ വിഷമം തോന്നി. കാരണം ഒരിക്കലും ദൃശ്യനായിക്കൊണ്ട് അല്ല അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് തുഞ്ചൻപറമ്പിൽ, എല്ലാവർക്കും കാണാവുന്ന വിധത്തിലുമല്ല. എന്നാൽ എല്ലാവരെയും അദ്ദേഹം കാണുകയും വിലയിരുത്തുകയും ഓരോരുത്തർക്കും കൊടുക്കേണ്ടതും കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവും ഒക്കെ ഉണ്ടായിരുന്നു. അദൃശ്യമായ ഒരു സ്ഥാനത്തിലാണ് എന്നും ഇവിടെ നിന്നത്. നിയന്ത്രണം ഏറ്റെടുക്കുമ്പോഴും പുറമേ പ്രകടിപ്പിക്കാത്ത അഭാവമൊക്കെ മനസ്സിൽ ഓർമ്മ വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം 95 ജനുവരിയിലെ തുഞ്ചനുത്സവം മുതൽ ഒരു 4 വർഷം മുമ്പ് വരെയുള്ള തുഞ്ചനുത്സവം വരെ, തുഞ്ചനുത്സവത്തിന് രാമായണ പാരായണം തുടങ്ങുന്നത് മുതൽ ഞാനും എൻ്റെ കുട്ടികളും ശ്രീ ശങ്കരാചാര്യരിലെ കുട്ടികളും കഴിഞ്ഞ് അവസാനം പരിപാടിയും കഴിഞ്ഞ് ഇവിടെ ആളുകൾ പിരിയുമ്പോൾ മാത്രം പോകുന്ന വിധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും വർഷം എല്ലാ പരിപാടിയും ഒരേ സീറ്റിലിരുന്ന് കാണുകയും ഒരേ സീറ്റിലിരുന്ന് കലോത്സവം കാണുകയും 2 സ്ഥലത്തും ഇരുന്ന് കാണുന്ന ഒരു തുഞ്ചൻപറമ്പിന് അയൽവാസി എന്ന നിലയിലും ഇവിടെ അടുത്തുള്ള സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപിക എന്ന നിലയിലും ഇന്ന് ഞാൻ തുഞ്ചൻപറമ്പിൽ വന്ന മാറ്റം 95-നെ മുൻനിർത്തിക്കൊണ്ട് വിലയിരുത്തുകയാണ്. 3 തരത്തിലാണ് ഞാൻ അതിനെ കാണാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഭൗതിക സൗകര്യങ്ങളിൽ വന്ന മാറ്റമാണ്. നമ്മളുടെ ഓഫീസിരുന്ന സ്ഥലത്ത് നിന്ന് പുതിയ ഓഫീസിലേക്ക് മാറുന്നു. നമുക്ക് നല്ലൊരു മ്യൂസിയം ഉണ്ടാകുന്നു. ബാലസമാജത്തിന് വേറെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൽ ബാലസമാജം വരുന്നു. നമ്മുടെ ഈ വലിയ ഓഡിറ്റോറിയം, ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ടാകുന്നു. നമ്മളുടെ പഴയ കെട്ടിടത്തിന് AC ഒക്കെ വെച്ചുകൊണ്ട് മാറ്റം വരുത്തുന്നു. ടോയ്ലറ്റുകൾ ഉണ്ടാകുന്നു, ഭക്ഷണപ്പുരയുണ്ടാകുന്നു. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം ഭൗതിക സൗകര്യത്തിൽ വന്ന മാറ്റങ്ങളാണ്. അതിനും എല്ലാം നല്ല കാഴ്ചപ്പാടുണ്ട്. തുഞ്ചൻപറമ്പിൻ്റേതായ ടച്ച് ഓരോ ബിൽഡിങ്ങിനും ഉണ്ടാകത്തക്ക വിധത്തിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ കമാനം ഉൾപ്പെടെ എത്രയോ നമ്മളുടെ തുഞ്ചൻപറമ്പ് പോലെ എന്നൊക്കെ പിന്നീടുണ്ടായ പല കെട്ടിടങ്ങളെയും കണ്ട് പലരും പറയാറുണ്ട്, നമ്മുടെ തുഞ്ചൻപറമ്പിൻ്റെ ഛായ തോന്നി എന്നൊക്കെ പറയും. അപ്പോൾ അത്തരത്തിലൊരു കൈമുദ്ര പതിക്കത്തക്ക വിധത്തിൽ ആ ഓരോ സ്ഥലത്തെയും എങ്ങനെ ഉപയോഗിക്കണമെന്ന്, നമ്മളുടെ ലൈബ്രറി, അപ്പം ഇതൊക്കെ രൂപപ്പെടുത്തിയതും അതിനെ വലുതാക്കിയതും അതിനെങ്ങനെയാണെന്ന് രൂപഘടന ചെയ്ത നമ്മുടെ ചെയർമാൻ, അതിൽ സാമ്പത്തിക ഞെരുക്കം എന്നും ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക, ഇങ്ങനെ ഒരു കേന്ദ്രത്തെ പറ്റി നമ്മൾ വായിക്കുമ്പോഴേക്കും MB മന്മഥൻ സാറാണ് ആദ്യത്തെ ഇതിന് പിരിവ് മേടിച്ചുകൊണ്ട് പിരിവിലേക്ക് കടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് പട്ടംതാണുള്ള അതിന് തറക്കല്ലിടുന്ന കാലം, ഇങ്ങനെ പലരും ഇതിനെ സ്വപ്നങ്ങൾ, KP കേശവമേനോനെ മറക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് പേരിതിൽ പങ്കാളികളും ഇതിൻ്റെ മുൻപിൽ നടന്നവരുമാണ്. പക്ഷേ 95 മുതൽ ഞാൻ കാണുമ്പോഴുള്ള കഥയിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, ഇതൊരു ദീർഘവീക്ഷണത്തോടുകൂടി, എന്നാൽ നേരത്തെയുള്ളവർ സങ്കല്പിച്ചതുപോലെ തന്നെ ഇതിനെ ഒരു സാംസ്കാരിക തീർത്ഥാടന കേന്ദ്രമാക്കി വികസിപ്പിച്ചത്. ഈ ഭൗതിക സൗകര്യങ്ങൾ എന്തു കാണാനാണ് അവിടെ പോകുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ കാണാനുണ്ട്. ഈ മാവിൻ്റെ തണലിൽ കുറച്ചു നേരം ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് സ്കൂൾ കുട്ടികളുമായിട്ട് അധ്യാപകർ വരുന്നത്, കാണാനുണ്ടെന്ന തോന്നലിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും MT തന്നെയാണ്. ഇതാണ് ഒന്നാമതായി എനിക്ക് പറയാം. ആ സൗകര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ കേരളീയ വാസ്തുവിദ്യ, മറ്റു പല കാര്യങ്ങളും അത്തരത്തിൽ ഇവിടെ ഉണ്ടാക്കിയ കുളപ്പടവ് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹം ഒരിക്കലൊരു, നിങ്ങൾക്ക് ഈ പലരും കേട്ടിട്ടുള്ളതായിരിക്കും, ഒരിക്കലൊരു പ്രസംഗത്തിൽ, നമ്മളുടെ തുഞ്ചനുത്സവം പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, ബംഗാളിൽ ഒരു കുളം മകൾക്ക് സ്ത്രീധനായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരനെ സാധിക്കുള്ളൂ. ഒരു വലിയ സ്ത്രീധനാണ് ഒരു
കുളം കൊടുക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് 2 കുളമുണ്ട്, അതിനെ 2നെ റെഡിയാക്കി ഒരിടത്ത് പഴയ രീതിയിൽ കേരളീയ മാതൃകയിലുള്ള കുളപ്പടമൊക്കെ കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ അതിനടുത്ത് ചെറിയ ഓഡിറ്റോറിയം വരുന്നു. ഇങ്ങനെ എത്ര മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തുഞ്ചൻ പറമ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന വിധത്തിലേക്ക് ഇതൊരു കേന്ദ്രമാക്കി മാറ്റിയത്. 97% ആളുകളും കേരളത്തിൽ മലയാളം സംസാരിക്കുന്നവരാണ്. ജാതിയോ മതമോ നമ്മളുടെ ഭാഷയ്ക്ക് തടസ്സമാകാത്ത ഒരു സംസ്ഥാനമാണ്. അപ്പോൾ 96% സംസാരിക്കുന്നവരുടെ ഭാഷയ്ക്കുള്ള സ്ഥാനം, അവരുടെ സംസ്കാരത്തിൽ, അവരുടെ സമൂഹത്തിലുള്ള സ്ഥാനം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു കേന്ദ്രത്തെ ഇത്തരത്തിൽ വികസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് ഒന്നാമത് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഇവിടെ നടത്തിയ തുഞ്ചൻ ഉത്സവങ്ങളെ പറ്റിയാണ്. ഇതൊരു ഗ്രാമമാണ്, ഒരു മുനിസിപ്പാലിറ്റിയാണ്, നഗരം തൊട്ടടുത്തില്ല. കോഴിക്കോടോ തൃശ്ശൂരോ ആണ് നമ്മൾക്ക് അടുത്ത് പറയാവുന്ന നഗരം. പക്ഷേ പണ്ട് മുതലേ എഴുത്തച്ഛന് മുമ്പ് തന്നെ സംസ്കൃതത്തിൽ മാസികയുണ്ടായ കാലം, ഗണിതശാസ്ത്ര പണ്ഡിതന്മാർ, ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ജനിച്ച നാടാണ് വെട്ടത്ത് നാട്. എഴുത്തച്ഛനുമൊക്കെ വെൽപ്പത്തൂരുമൊക്കെ ഈ നാട്ടിൽ ജീവിച്ച ആ നാടിനെ, അവരുടെ സംസ്കാരത്തെ, അവരുടെ സാമൂഹിക വിചാരങ്ങളെ തുടർന്നും അതേപോലെ കൊണ്ടുപോകാൻ തുഞ്ചനുത്സവങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട്. കാരണം നമ്മൾ ഓരോ തുഞ്ചനുത്സവത്തിനും കണ്ടത് എത്ര വലിയ ആളുകളെയാണ് നമ്മൾ കണ്ടത്. ഭീഷ്മ സഹാനി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ എഴുതി. സീതാകാന്ത് മഹാപാത്ര, ചന്ദ്രശേഖര കമ്പാർ, ഗോപിചന്ദ് സാരംഗ്, ലക്ഷ്മൺ ഗേക്വാദ്, പ്രതിഭ റോയ്, ശിവശങ്കരിയൊക്കെ ഇവിടെ അന്ന് വന്നിട്ട് എൻ്റെ തോന്നൽ ഒരു കുട്ടികൾക്ക് 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞ് തുക നൽകി കൊടുക്കുക. ഇങ്ങനെ ഇവിടെ വന്നവരെല്ലാം തന്നെ ഇവിടെ നിന്ന് പോകുമ്പോഴേക്ക് അവർ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഭാഷയ്ക്ക് ഇതുപോലെ ഒരു കേന്ദ്രം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്വച്ഛമായ ഈ സ്ഥലത്ത് ഈ തിരക്കിലല്ലാതെ ഒരു ദിവസം വന്ന് താമസിക്കണം എന്നെല്ലാവരും അഭിപ്രായം പറയും. അതിലേറ്റവും നമുക്ക് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു നമ്മളുടെ എഴുത്തച്ഛൻ്റെ എഴുത്താണി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് നമ്മൾ ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എഴുന്നള്ളിപ്പ്, താലപ്പൊലി എന്നൊക്കെ പറയുന്നത് കാലത്തിന് യോജിച്ചതാണോ, അതിലെന്തോ ഒരു അസ്വസ്ഥതയൊക്കെ, കാരണം കുറേ ഫെമിനിസവും ഒക്കെ എൻ്റെ ഉള്ളിലും കയറിയിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കുറേയൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ട്. പക്ഷേ അതിൽ നടന്നു തുടങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മതേതരമായി നിർത്താനുള്ള വലിയൊരു ചടങ്ങായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വരുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഷാ മതിലുകളും വിട്ടിട്ട് അന്നും തലേദിവസവും പിറ്റേ ദിവസവും ഒക്കെ നമ്മളുടെ സംസാരിക്കാൻ വന്ന സാംസ്കാരിക നായകരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ പറയും അദ്ദേഹം ഇരുന്നിട്ട്. നമ്മളുടെ കൂടെ കുറച്ച് വർഷമേ നടന്നിട്ടുള്ളൂ. ഒരു 2000-ലൊക്കെ തന്നെ അദ്ദേഹം പകുതി വരെ നടക്കാതിരുന്നു. പക്ഷേ വരുമ്പോൾ ഇവിടെ കസേര ഇട്ടിട്ട് നമ്മൾ സരസ്വതി മണ്ഡപത്തിൻ്റെ മുന്നിൽ വെച്ച് സംസാരിക്കും. അന്ന് ആ സംഭാഷണം മുഴുവൻ നമുക്ക് മനസ്സിലാകേണ്ടതില്ല, വ്യത്യസ്ത ഭാഷക്കാരാണ് വരുന്നത്. പക്ഷെ അവർ പറയുന്ന ഹൃദയം നിറഞ്ഞ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കി തന്ന ഒന്നുണ്ട്, ഇന്ത്യയുടെ ഏകത്വം. നമ്മൾ ഭാഷയെ ഓരോ പ്രദേശവും വ്യത്യസ്തമായിരിക്കുമ്പോഴും നമ്മുടെ സംസ്കാരത്തിലും നമ്മൾ ഒന്ന് എന്നുള്ള തോന്നലുണ്ടാക്കിക്കൊണ്ട് ഏത് ഭാഷ സംസാരിച്ചാലും ഏത് ഭാഷയിൽ എഴുതിയാലും അവർക്കിടയിലുള്ള ഒരു ഐക്യം, അതുമാത്രമല്ല MTയോടുള്ള അവരുടെ എല്ലാം സ്നേഹം, കരുതൽ, ബഹുമാനം, ഇതൊക്കെ ഇവിടെ വന്ന ഓരോരുത്തരും അവർക്ക് പറയാൻ അത്ര നീട്ടിപ്പറയാൻ അനുവദിക്കില്ല. നമുക്കറിയാമല്ലോ, അങ്ങനെ പോഴ്ത്തി പറയുന്നവർ നേരിട്ട് പോഴ്ത്തി പറയാനൊന്നും അനുവദിക്കുന്ന ആളല്ല. ഇങ്ങനെ മുഖഭാവത്തിൽ അത് രസിക്കാത്തതായിട്ട് കാണിക്കും. പക്ഷെ അവരെല്ലാം അതെത്ര ഇതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ മഹാശ്വേതാദേവി വന്നിട്ടാണ് എൻ്റെ തോന്നൽ നമ്മളുടെ എഴുത്തുപുരയാണെന്ന് തോന്നുന്നു ഉദ്ഘാടനം ചെയ്തത് മഹാശ്വേതാദേവിയാണ്. അന്ന് അദ്ദേഹത്തിനെ ഇങ്ങനെ തലയിൽ കൈവച്ചിട്ട് എഴുത്തുപുര തന്നെയാണെന്ന് തോന്നുന്നു മഹാശ്വേതാദേവി അനുഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതുപോലെ ഓരോ എഴുത്തുകാരും വന്ന പ്രഭാഷണത്തിന് വന്നവരൊക്കെ നമ്മളുടെ നാടിനോട് നാട്ടാരോട് ഒരുപാട് സന്ദേശം പറഞ്ഞു. മറ്റൊന്ന് ടച്ചിങ് ആയിട്ട് നിൽക്കുന്നത്
ഗുജറാത്ത് ഭൂമികുലുക്കം ഉണ്ടായി. 2001 എന്തോ ആണ് വർഷം, എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. ആ ഗുജറാത്ത് ഭൂകമ്പത്തിൻ്റെ സമയത്ത് നമ്മളുടെ തുഞ്ചനുത്സവമാണ്. വരാമെന്ന് പറഞ്ഞ ചിലരൊക്കെ എത്തിക്കഴിഞ്ഞു, ചിലർക്ക് വരാൻ പറ്റുന്നില്ല. നമ്മൾ വളരെ കേരളത്തിന് എവിടെയോ ഭൂകമ്പം സംഭവിച്ചതുപോലെ, നമ്മളിൽ ആരുടെയൊക്കെയോ ആളുകൾ നഷ്ടപ്പെട്ടതുപോലെ, നമ്മൾ അത്ര സാന്ദ്രമായ ദുഃഖസാന്ദ്രമായ ഒരു തുഞ്ചനുത്സവം ആഘോഷിച്ചതും അന്നിവിടെ നമ്മൾ ആ എഴുത്താണി ഉത്സവം കഴിഞ്ഞ് വന്നതെന്ന് നമ്മൾ സംസാരിച്ചതുമൊക്കെ ജീവിതത്തിൽ അതൊക്കെ ഒരു വലിയ അനുഭവത്തിൻ്റെ മുതൽക്കൂട്ടായിട്ടാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. കാരണം അത്ര വലിയൊരു വികാര നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ ലക്ഷ്മൺ ഗേക്വാദ് വന്നത് ഇങ്ങനെ എത്ര വലിയ ആളുകളെ, ഒരിക്കലും എന്നെപ്പോലെയുള്ള വീടും ജോലിയും ഇങ്ങനെ വിട്ടു നടക്കുന്ന ഒരു സ്ത്രീക്കൊന്നും കാണാൻ പറ്റാത്തവരെ ഈ നാട്ടുകാർക്ക് കൊണ്ടുവരികയും, അവർ നേരത്തെ പറഞ്ഞതുപോലെ എത്ര കേട്ടു എന്നുള്ളതല്ല, അവരെ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ആളുകളുണ്ടെന്ന്. ഞങ്ങൾ ഈ തുഞ്ചനുത്സവം അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ONV സാറിൻ്റെ ആ പാട്ട് വയ്ക്കും. അതാണ് കാറിൽ ഇങ്ങനെ വെച്ചിട്ട് പോകുമ്പോഴേക്കും തുഞ്ചനുത്സവം തുടങ്ങിയല്ലേ. ONV സാറിൻ്റെ കവിതയാണ് ആ തുഞ്ചനുത്സവം എന്ന മുഖം വിളിച്ചു പറയുന്നത്, വിളംബരം ചെയ്യുന്നത്. ONV സാറൊക്കെ ONV സാറും ബസവൻ നായർ സാറും ഒക്കെ ഇങ്ങനെ വന്നുപോയ സുഗതകുമാരി ടീച്ചർ, എത്ര കവികളും എഴുത്തുകാരും. ഞാൻ പുറത്തുള്ളവരുടെ പേര് പറഞ്ഞപ്പോൾ നമ്മളുടെ ഇവിടെയുള്ളവരെ പറയാതെയല്ല, സ്വാഭാവികമായി നമ്മുടെ എല്ലാ എഴുത്തുകാർക്കും തുഞ്ചപ്പറമ്പിൽ വരണമെന്നും അതിൽ പങ്കെടുക്കണമെന്നും അതൊരു വലിയ അംഗീകാരമായിട്ട് എല്ലാവരും അങ്ങനെ പോയ നിമിഷങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. ഇത് നമ്മളുടെ തുഞ്ചനുത്സവത്തിലെ പ്രഭാഷണ സെമിനാറുകളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ കലോത്സവങ്ങൾ ഇതിനേക്കാൾ വലുതായിരുന്നു. സംസ്കാരത്തെ കാണിക്കുന്ന കലോത്സവങ്ങൾ സാമൂഹിക മാറ്റം തന്നെ വരുത്തുന്നതാണ്. ഒഡിസിയും കഥക്കും കുച്ചിപ്പൊടിയും മോഹിനിയാട്ടവും ഗസലും ബാവുൽ സംഗീതവും ജുഗൽബന്ദിയും ഇങ്ങനെ വേണ്ട മണിപ്പാൽ, മേഘാലയ, ആസാം, മണിപ്പൂര് ഒക്കെ പ്രദേശത്ത് നിന്ന് അന്ന് നമ്മൾക്ക് ഈ കേന്ദ്ര സംസ്കാര വകുപ്പിൽ നിന്ന് നമുക്ക് ഇത്തരത്തിൽ പരിപാടി കിട്ടുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പതുക്കെ ജനുവരിയിൽ നിന്ന് ഫെബ്രുവരിയിലേക്ക് നമ്മളുടെ പ്രോഗ്രാം മാറ്റിയതെന്നാണ് ഞാൻ അറിയുന്നത്. ആദ്യം ഡിസംബറിൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ സമയത്താണ് സാംസ്കാരിക വകുപ്പിൻ്റെ കിട്ടുക. ഇവരിവിടെ മേഘാലയക്കാരും മണിപ്പൂരികളൊക്കെ ഇവിടെ താമസിക്കും. അവരുടെ അടുത്ത ട്രെയിൻ ഒരാഴ്ചയും പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പേ അവർ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഓരോ വീടുകളിലും അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത്, ഞാനിതിലൊരു മതിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഹാരമൊക്കെ അവർക്ക് കൊടുത്ത്, അവരെത്ര വേഗം, ഭാഷയൊന്നും അവർക്കറിയില്ല, നമ്മളുടെ അറിയില്ല, ചെറിയ കുട്ടികളാണ് കളിക്കാൻ വന്നിട്ടുള്ള നൃത്തത്തിന്. പക്ഷെ അവർ ഈ നാടുമായിട്ട് ലയിച്ചു ചേരുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന നമ്മുടെ ദേശീയ ഐക്യത്തിൻ്റെ വേരുകളെ ഉറപ്പിക്കുന്ന വിധത്തിലുള്ള പരിപാടികൾ. തഞ്ചാവൂർ കലാസാംസ്കാരിക സമിതി എന്നാണെന്ന് തോന്നുന്നു, അവരെത്ര പരിപാടികൾ ഇവിടെ അവതരിപ്പിച്ചു. കാളിയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കർണാടകക്കാർ യക്ഷഗാനം പോലെ അവതരിപ്പിച്ചു. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തു നിന്നും കലാകാരന്മാർ ഇവിടെ വരികയും പരിപാടി അവതരിപ്പിക്കുകയും ഈ നിറഞ്ഞ് കസേരയിലൊന്നും ഇരിക്കാൻ പറ്റാതെ എത്രയോ ആളുകൾ നിറഞ്ഞ വലിയ സദസ്സിൽ തുഞ്ചലുത്സവങ്ങൾ നടത്തിയത് ആണ് രണ്ടാമത്തെ ഓർമ്മ. മൂന്നാമത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാരംഭമാണ്. എന്തും തൊട്ടാൽ പ്രശ്നമുള്ള കാര്യമാണ്. നേരത്തെ ഞാൻ താളിയോല എഴുന്നള്ളപ്പോൾ പറഞ്ഞതുപോലെയാണ്. പക്ഷേ ഒരു മതേതര അന്തരീക്ഷത്തിൽ ആ വിദ്യാരംഭത്തെ ഇന്ന് വരെ ഇവിടെ തുഞ്ചൻ പറമ്പിന് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് പിന്നീട് പത്രക്കാരും പത്രസ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ അനുകരിക്കുകയാണ് ചെയ്തത്. അല്ല, ഒരു ചെറിയ വീഴ്ച അതിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ തുഞ്ചൻ പറമ്പിന് നിൽക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ അതും വളരെ സുതാര്യമായി ആ മതേതര മൂല്യങ്ങളോടുകൂടി എഴുത്തച്ഛൻ്റെ എഴുത്തോലയും എഴുത്താണിയും ഇരിക്കുന്ന പ്രദേശത്ത് നിന്നുകൊണ്ട് മനോഹരമായി നമുക്ക് ചെയ്യാൻ കഴിയും. ഈ മൂന്നും ചേർത്ത് വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നേരത്തെ നഗരമല്ല എന്ന് പറഞ്ഞു, മലപ്പുറം വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമായിട്ടുള്ള പ്രദേശമായിരുന്നു. പക്ഷേ അതിനെ ഒരുപാട് അത് കഴിഞ്ഞ് കാലം കുറേ പോയപ്പോൾ നമ്മുടെ ദേശീയ ഐക്യത്തിലും കാര്യങ്ങളിലും ഒക്കെ വന്ന മാറ്റങ്ങളിൽ കുലുങ്ങാതെ ഇറുകി പിടിച്ചുകൊണ്ട് മതേതര മൂല്യത്തോടെ മലപ്പുറം ജില്ലയെ
നമ്മളുടെ കേരളത്തെ തന്നെ നിർത്താൻ ഈ തുഞ്ചൻ ഉത്സവങ്ങൾക്ക്, തുഞ്ചൻ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്ന് നമുക്ക് അഭിമാനത്തോടെ ഇതിൽ വർഷങ്ങൾ പങ്കുകൊണ്ടിരുന്നവർ എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയും. അതിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. നേരത്തെ പറഞ്ഞ പോലെ പലവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ആഘാതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും തുഞ്ചൻ പറമ്പിൻ്റെ ഉത്സവത്തിനോ തുഞ്ചൻ പറമ്പിൻ്റെ മതേതരതയ്ക്കോ ഒന്നും ഒട്ടും കോട്ടം വരാതെ, എന്നാൽ കേരളീയത നിറഞ്ഞുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഇവിടെ കടന്നു വരാവുന്ന വിധത്തിൽ വിദ്യാഭ്യാസമോ ജാതി മതമോ രാഷ്ട്രീയമോ ഒന്നും കൂടാതെ എല്ലാവരെയും ഒരേ കൈയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ വലിയ പങ്ക് തുഞ്ചൻ പറമ്പിനുണ്ട്. തീർച്ചയായിട്ടും ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ അത്തരത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത വിധത്തിൽ, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പടമോ പോസ്റ്ററോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മുള്ളി സാറ് പറഞ്ഞ പോലെ ഇവിടെ എവിടെയോ തന്നെ ഇതിൽ ഓരോന്നിൽ കാണുമ്പോഴും മുൻപ് വന്ന എല്ലാവർക്കും ഓർമ്മ ഒരു ഇവിടെയൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നത്തക്ക വിധത്തിൽ അതിൽ കൈമുദ്ര പതിപ്പിച്ചു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് MGയുടെ തുഞ്ചൻ പറമ്പ് എന്ന ഓർമ്മയിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. എനിക്ക് ആദ്യം അവസരം തരേണ്ടതല്ല. ദേവമാ സാറുണ്ട്, MM സാറുണ്ട്, ഗോപി സാറുണ്ട്. പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഞാനിപ്പോഴും 3:30 ചെല്ലാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവസരം തന്ന സംഘാടക സമിതിയോടും വേദിയിലുള്ള എൻ്റെ മറ്റ് ഗുരുക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.